നമസ്കാരം. ഇന്നൊരു ബൈബിൾ കഥയാണ് പറയുന്നത്. യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. ആ പെസഹ പെരുന്നാളിന് എല്ലാ യഹൂദന്മാരും ലോകത്തെവിടെയാണ് താമസിക്കുന്നതെങ്കിലും അവർ യെറുശലേമിൽ എത്തിച്ചേരും. യെറുശലേമിൽ അവർ ദേവാലയത്തിൽ എത്തിച്ചേർന്ന് പെസഹ പെരുന്നാൾ ആചരിക്കുക പതിവാണ്. യേശുവും അങ്ങനെ പെസഹ പെരുന്നാൾ ആചരിക്കുന്നതിന് യെറുശലേമിൽ എത്തിച്ചേർന്നു. യെറുശലേം ദേവാലയത്തിൻ്റെ അടുത്ത് ഒരു വലിയ അത്ഭുതം നടക്കുന്ന ഒരു കുളമുണ്ട്. ബേസൈദ കുളം എന്നാണ് ആ കുളത്തിൻ്റെ പേര്. അതിന് 5 പടവുകളാണുള്ളത്. ആ പടവുകളുടെ സമീപത്ത് കുഷ്ഠരോഗികൾ, മുടന്തർ, തളർവാദ രോഗികൾ, ഇങ്ങനെ പലതരത്തിലുള്ള രോഗികൾ ഈ ഓരോ പടവുകളിലും ഇങ്ങനെ കിടക്കും. അതിന് കാരണം ദൈവത്തിൻ്റെ ദൂതൻ ഈ കുളത്തിലിറങ്ങി കുളത്തിലെ വെള്ളം കലക്കും. ആ വെള്ളം എപ്പോഴാണോ കലങ്ങുന്നത്, ദൈവദൂതർ വരുമ്പോഴാണ് ആ വെള്ളം കലങ്ങുന്നത്. ആ കലങ്ങുന്ന സമയത്ത് ആദ്യം ആ കുളത്തിൽ ഇറങ്ങുന്ന ആളിൻ്റെ രോഗം ഭേദമാകും. അതിന് കാത്തുകെട്ടി കിടക്കുകയാണ് നൂറുകണക്കിന് രോഗികൾ ഈ 5 കൽപ്പടവുകളിലായി. യേശു അതുവഴി വന്നപ്പോൾ ഒരു പടകിൽ ഇങ്ങനെ ഒരു തളർവാദ രോഗി ഇങ്ങനെ കിടക്കുന്നു. അവനെ കണ്ടപ്പോൾ യേശുവിൻ്റെ മനസ്സലിഞ്ഞു. അവനോട് യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. അപ്പോൾ അവൻ സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ 38 വർഷമായി ഈ പടിയിൽ കിടക്കുകയാണ്. കുളത്തിലെ വെള്ളം അനങ്ങുമ്പോൾ എന്നെ ആ വെള്ളത്തിൽ ഇറക്കിക്കൊണ്ടു പോകാൻ ആരുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് പിടഞ്ഞ് താഴെ ചെല്ലുമ്പോഴത്തേന് ആരെങ്കിലും ഇറങ്ങി അവൻ സൗഖ്യമായി പോകും. യേശുവിനോട് അവൻ്റെ സങ്കടം അവൻ പറഞ്ഞു. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് നീ വീട്ടിലേക്ക് പോകാം. ഉടനെ തന്നെ അവൻ്റെ തളർവാദ രോഗം മാറി. അവൻ എണീറ്റു. അവൻ്റെ തലയിൽ അവൻ്റെ കിടക്കയും എടുത്ത് വെച്ചവൻ നടന്നു പോവുകയാണ്. ഇങ്ങനെ തലയിൽ കിടക്കയും എടുത്തു വെച്ചുകൊണ്ട് നടന്നു പോകുന്നവനെ കണ്ട് യഹൂദ പ്രമാണിമാർ അവനെ തടഞ്ഞു നിർത്തി. ഇന്ന് ശാബത ദിവസമാണ്, നീ എന്താണ് തലയിൽ കിടക്കയുമായി ഇങ്ങനെ ചുമന്നുകൊണ്ടു പോകുന്നത്? ഇന്ന് ഇങ്ങനെ നടന്നു പോകുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. ശാബതിൻ്റെ ലംഘനമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ തളർവാദ രോഗിയെ അവിടെ കിടന്നപ്പോൾ കിടക്കയും എടുത്ത് എന്നോട് പോകുവാൻ ഒരു പ്രവാചകൻ കൽപ്പിച്ചു. ഞാനിങ്ങനെ വരികയാണ്. അതാരാണെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ല. എനിക്ക് ആളിനെ കണ്ടാൽ തിരിച്ചറിയാം. അപ്പോൾ ഒരു ദിവസം പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്നപ്പോൾ യേശു അവനോട് ഇവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ പാപം ചെയ്യരുത്, നിന്റെ രോഗം ഭേദമായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവന് മനസ്സിലായി തന്നെ സൗഖ്യമാക്കിയത് യേശുവാണെന്ന്. ഇവരെ ഉടൻ തന്നെ അവൻ യഹൂദ പ്രമാണിമാരെ അറിയിച്ചു. പ്രമാണിമാർ യേശുവിനോട് ചോദിച്ചു, നീ ശാബതിനെ ലംഘിക്കുകയാണ്, നീ ശിക്ഷയ്ക്ക് അർഹനാണ്. അപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ പിതാവ് തുടർച്ചയായി ഓരോ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാനും ആ പിതാവിനെ പോലെ എൻ്റെ ജോലികൾ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും യഹൂദ പ്രമാണിമാർ യേശുവിൻ്റെ നേരെ തിരിഞ്ഞു. നീ ദൈവത്തിന് തുല്യനാകാൻ ശ്രമിക്കുന്നു, ദൈവത്തെ നിൻ്റെ പിതാവായി നീ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതും ഒരു കുറ്റം യേശുവിൻ്റെ മേലവർ ചാർത്തി. യേശു തളർവാദ രോഗിയെ സൗഖ്യമാക്കിയ ഒരു സംഭവമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.